നിനക്ക് ഒരു മാറ്റം വേണോ? അതിന് നിൻ്റെ മക്കളുടെ മാറ്റമാണോ, ഭർത്താവിൻ്റെ മാറ്റമാണോ, ഭാര്യയുടെ മാറ്റമാണോ, സഹോദരങ്ങളുടെ മാറ്റമാണോ, അമ്മായിയമ്മയുടെ മാറ്റമാണോ? നിനക്ക് എന്ത് മാറ്റമാണ് നീ ആഗ്രഹിക്കുന്നത്? അതിന് ആദ്യം തന്നെ നീ നല്ലൊരു കുമ്പസാരം നടത്തുക. നിൻ്റെ ഓർമ്മ വെച്ച കാലം മുതലുള്ള കാര്യങ്ങൾ, നിന്നെ വേദനിപ്പിച്ചവരെയും നീ വേദനിപ്പിച്ചവരെയും ഓരോന്നായി കണ്ടെത്തി ഒരു കടലാസിൽ നിൻ്റെ പാപങ്ങളെല്ലാം, നിൻ്റെ വേദനകളെല്ലാം എഴുതുക. എന്തു കാരണത്താലാണ് മറ്റുള്ളവർ നിന്നെ ദ്രോഹിച്ചതെന്ന്. ഇത്രയും എഴുതി കഴിയുമ്പോൾ നീ പൊട്ടിക്കരയും. മനസ്സ് തുറന്ന് നന്നായിട്ട് കരയുക. കരഞ്ഞ ശേഷം ബൈബിൾ എടുക്കുക. കരച്ചിൽ വരുന്നില്ലെങ്കിൽ ദുഃഖിച്ച് കരയേണ്ട ആവശ്യമില്ല. നിൻ്റെ പാപങ്ങൾ ദൈവം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ, നിൻ്റെ വേദനകൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ നീ താനേ കരയും. വചനമെടുത്ത് ദൈവമേ എന്നോട് സംസാരിക്കണമേ എന്ന് പറയുക. തുറന്ന ബൈബിൾ എടുത്തു കഴിയുമ്പോൾ ദൈവം നിന്നോട് സംസാരിക്കുന്നതായി കാണും. ബൈബിളിലെ ഓരോ വചനവും നിന്നെ പേര് ചൊല്ലി വിളിക്കുന്നതായിട്ട്, എന്നോട് സംസാരിക്കുന്നതായിട്ട് നീ മനസ്സിൽ കാണുക. കാണപ്പെടാത്ത ദൈവത്തെ വിശ്വസിക്കുന്നവനാണല്ലോ, അതാണല്ലോ വിശ്വാസം. അതിലെന്താണോ വചനത്തിലൂടെ ദൈവം പറഞ്ഞിരിക്കുന്നതെങ്കിൽ, തിരുത്താനാണെങ്കിൽ തിരുത്തുക, ക്ഷമിക്കാനാണെങ്കിൽ ക്ഷമിക്കുക. നിന്നെ സ്നേഹിക്കുന്ന വാക്കുകളാണ്, നീ ചെയ്തു പോയത് നന്മയാണെങ്കിൽ അതിന് ദൈവത്തിന് നന്ദി പറയുക. അത് ദൈവം നിന്നെ കാണുന്നുണ്ട്, നിൻ്റെ ഭവനത്തെ കാണുന്നുണ്ട്. ഇതുമാത്രം നീ ചെയ്താൽ മതി. ഇങ്ങനെ നീ 33 ദിവസം പ്രാർത്ഥിക്കുക, വചനം വായിക്കുക. ഇതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. അത് നിന്നെ തന്നെയും നിൻ്റെ കുടുംബത്തെ തന്നെയും മാറ്റിമറിക്കുന്നതായി കാണും. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാൻ സാധിക്കുകയില്ല. ഞാൻ ചെയ്യുന്ന പ്രാർത്ഥന ഇതാണ്. ഇതുപോലെ പ്രാർത്ഥിക്കുക, നിൻ്റെ ഭവനം രക്ഷ പ്രാപിക്കും.